ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നാട്ടിലേക്കുള്ള ഷോപ്പിംഗ് വ്ളോഗുമായിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് ഇപ്പോൾ മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം മൈസക്കും മെനക്കും എനിക്കും മോനിക്കും എല്ലാം ഡ്രസ്സ് എടുക്കണം. ഞാൻ വിചാരിച്ചു ഇത് വരാനായില്ലേ, എന്താ പറയുക, പെരുന്നാൾ വരാനായില്ലേ, അപ്പം അന്നേരത്തേക്കുള്ള ഡ്രസ്സ് ഇടയ്ക്ക് ഇപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ നല്ല നല്ല ഡ്രസ്സ് കിട്ടും. അങ്ങനെ വന്നതാണ് കേട്ടോ. പിന്നെ പോകുമ്പോൾ ഇടാനും ഡ്രസ്സ് വേണം. അങ്ങനെ ഡ്രസ്സെല്ലാം നോക്കിയെടുക്കലാണ്. പിന്നില്ലേ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, മാക്സി 50 മാക്സി ഞാൻ വാങ്ങിയിട്ടുണ്ട്. വേണമെന്നുള്ളവർ ഫസ്റ്റ് കോൾ ചെയ്യുന്നവർക്ക് 50 മാക്സി അങ്ങനെ എന്താ പറയുക തരാമെന്ന് പറഞ്ഞിട്ടില്ലേ, സെയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ലേ. പക്ഷേ 50 കുറേ ആൾക്കാർ, മാഷാ അല്ലാ, കുറേ ആൾക്കാർ എൻ്റെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിന്. ആർക്കും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. സോറി, ആദ്യം തന്നെ ഞാൻ സോറി അയക്കുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ വന്നൊരു മിസ്റ്റേക്കാണത്. കുറേ ആൾക്കാർ മാക്സിൻ്റെ പിക്കാക്ക് എല്ലാ സൈസിലും ഉണ്ടോ, ഹാഫ് സ്ലീവ് ഉണ്ടോ, അങ്ങനെയെല്ലാം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിന്. പക്ഷേ ആർക്കും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാവർക്കും ഒരുപോലെ റിപ്ലൈ കൊടുക്കാൻ കഴിയില്ലല്ലോ. കുറേ ആൾക്കാർ, ഇപ്പം 3 ലക്ഷം ആൾക്കാരുണ്ട് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ല. അതിലും പകുതി ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ടാവും. അത്രയും ആൾക്കാർ കോൾ ചെയ്തിട്ടുണ്ടായിന്, മെസ്സേജ് അയച്ചിട്ടുണ്ടായിന്. അപ്പോൾ എല്ലാവർക്കും റിപ്ലൈ ഒരുപോലെ കൊടുക്കാൻ കഴിയില്ലല്ലോ. പിന്നെ ആണെങ്കിലേ, ഞാൻ നാട്ടിലേക്കുള്ള സാധനം മൊത്തത്തിൽ വാങ്ങിക്കഴിയുകയും ചെയ്ത്. അപ്പോൾ എനിക്കിപ്പം ഞാനിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് നാട്ടിലേക്ക് വാങ്ങിയ സാധനം ഇവിടെ വെക്കാം, എന്നിട്ട് അത് പാർസലാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് മാക്സി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാ ഞാൻ ഒന്നുകൂടി പോയിട്ട് ഒന്ന് മാക്സിയെല്ലാം സെലക്ട് ആക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ മാക്സിക്ക് എത്ര റേറ്റ് എന്ന് ചോദിച്ചവരുണ്ട്. 750 രൂപ മുതലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. 750ൻ്റെതുണ്ട്, 800, 900, 1000, 1500 വരെയുള്ള മാക്സി ഉണ്ട്. പക്ഷേ അതിനനുസരിച്ച് ക്വാളിറ്റി കൂടിയും കുറഞ്ഞിരിക്കും കേട്ടോ. ഞാൻ പ്രത്യേകം പറയലാണ്, നല്ല ക്വാളിറ്റിയുള്ള മാക്സി ആണെങ്കിൽ അതിനനുസരിച്ച് റേറ്റ് എന്തായാലും ഉണ്ടാവും. പിന്നെന്താ, എനിപ്പില്ലേ എനിക്ക് ബാഗ് നോക്കണം. ഞാൻ ബ്ലാക്ക് ബാഗ് നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. ബ്ലാക്ക് തന്നെയാണ് ഡ്രസ്സ് നോക്കുന്നത്. ബ്ലാക്ക് ഷൂസും അങ്ങനെ നോക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ വരുമ്പോൾ ഇട്ട ആ ടോപ്പ് ഇവിടെ നിന്നാണ് വാങ്ങിയെന്ന് വെച്ചിട്ടില്ലേ, സെയിം ഇതുപോലത്തെയാണ് കേട്ടോ. ആ ഒരു ടോപ്പ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിക്ക്. ഇട്ടിട്ടും ആയാലും നമുക്ക് അങ്ങനെ ലൂസായിട്ട് നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കിയെടുക്കലാണ്. പിന്നെ മൈസി മനിയും ബ്ലാക്കിൽ തന്നെയാണ് കേട്ടോ നോക്കുന്നത്. ബ്ലാക്ക് എനിക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്. ബ്ലാക്കിലും വൈറ്റിലും നമ്മൾ എന്താ പറയുക ഇട്ടിങ്ങനെ നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിക്ക്. അങ്ങനെ മൈസി മനിയും എല്ലാം ഓരോ ഡ്രസ്സെല്ലാം നോക്കിയെടുക്കുന്നുണ്ട്. പിന്നെന്താ, മാക്സിൻ്റെ കാര്യത്തിലേ, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. മാക്സി വേണ്ടവർ കോണ്ടാക്ട് ചെയ്യാൻ എല്ലാ പിക്കും കാണിച്ചിട്ട് വേണമായിരുന്നു ഞാൻ പറയാൻ വേണ്ടിക്ക്. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ, സോറി. ഇൻഷാ അല്ലാ ഞാൻ നാളിലെ മാക്സിൻ്റെ മൊത്തത്തിൽ വീഡിയോ ചെയ്യാം. ഓരോ മാക്സിയും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് വീഡിയോ ചെയ്യാം. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നാൽ മതി കേട്ടോ. അതിൻ്റെ റേറ്റും കാര്യങ്ങളും അന്നേരം ഞാൻ നിങ്ങളോട് ഷെയർ ആക്കാം. പിന്നെന്താ, ഇൻഷാ അല്ലാ ഞാൻ ഒന്നുകൂടി പോകുന്നുണ്ട്. അന്നേരമില്ലേ, കുട്ടികളുടെ ഡ്രസ്സ് വേണോ എന്നുള്ളവർ എന്തായാലും എനിക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ ഞാൻ എടുക്കുന്ന ഡ്രസ്സ് ഐറ്റംസ് എല്ലാം ഇല്ലേ, പുറത്തെല്ലാം പോകുമ്പോൾ ഇടുന്ന ആ ഒരു ടൈപ്പെല്ലാം വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്യുക. ഇന്ന് എന്തായാലും ഞാൻ പോകുന്നുണ്ട്, ഒന്നുകൂടി ഞാൻ പോകുന്നുണ്ട്. അപ്പം എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ബ്ലാക്കിൽ ബാഗും ഷൂസും എല്ലാം അങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഞാൻ സാധാരണ 2 ദിവസം കൂടുമ്പോൾ, ഒരു ദിവസം കഴിഞ്ഞിട്ട് 2 ദിവസം കൂടുമ്പോൾ വീഡിയോ ഇടാം. ഇന്ന് വീഡിയോ ഇടാൻ കാര്യം എന്താണെന്നറിയോ, കുറേ ആൾക്കാർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിപ്ലൈ ഒന്നും എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റിയത് ഈ ഒരു വീഡിയോയിൽ കൂടിയാണ്. അതുകൊണ്ടാണ് കേട്ടോ. സോറി, മെസ്സേജിന് റിപ്ലൈ തരാത്തതിന് സോറി. ഇൻഷാ അല്ലാ ഞാൻ നാളെ സെപ്പറേറ്റ് മാക്സിൻ്റേതായിട്ട് തന്നെ വീഡിയോ ചെയ്യാം. എല്ലാ സൈസിലും അവൈലബിൾ ആണ്. പിന്നെ ഹാഫ് സ്ലീവ് ഉണ്ടോയെന്നെല്ലാം ചോദിച്ചിട്ടുണ്ട്, അതും എല്ലാം. പിന്നെ കുട്ടികളുടെ നൈറ്റ് ഡ്രസ്സ് ഉണ്ടാവില്ലേ, അതും എല്ലാം അടിപൊളി കളക്ഷൻസ് ഉണ്ട്. അത് ഞാൻ നാളെ വീഡിയോ ചെയ്യാം കേട്ടോ. പിന്നെ എവിടെ നിന്നാണ് വാങ്ങി, ഇനി മാർക്കറ്റിലും പറഞ്ഞുതരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിന്. ഞാൻ പല മാർക്കറ്റിൽ പോയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടത് അങ്ങനെ സെലക്ട് ആക്കി എടുത്തതാണ് കേട്ടോ. പിന്നെ ഓരോ പീസായിട്ട് നമുക്ക് ഒരിക്കലും അവിടെ നിന്ന് കിട്ടൂല. കാര്യം ഒരു കളറിൽ തന്നെ ഒരു 5 മാക്സി തന്നെ ഉണ്ടാവും, പല സൈസിൽ. അപ്പോൾ നമുക്കങ്ങനെ വാങ്ങിയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വാങ്ങാണ്ടെന്ന് 50 മാത്രം വാങ്ങിയത്. കാരണം നമുക്ക് കുറേ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് നമ്മൾ എൻ്റെ എല്ലാം എക്സൽ മതി എനിക്ക്. എനിക്ക് എന്താ പറയുക, എൻ്റെ സൈസ് എക്സലാണ്. അപ്പം
എക്സൽ ഉണ്ടാവും, ഡബിൾ എക്സൽ ഉണ്ടാവും, ട്രിപ്പിൾ എക്സൽ ഉണ്ടാവും, ലാർജ് ഉണ്ടാവും, മീഡിയം. അപ്പോൾ എല്ലാം കൂടി വാങ്ങിയിട്ട് വീട്ടിൽ വെറുതെ വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 50 പീസ് മാത്രം വാങ്ങിയത്. പക്ഷേ ഇത്രയോ ആൾക്കാർക്ക് മാക്സി വേണമെന്ന് എനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ വാങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. പിന്നെ ഞാനിവിടെ വാങ്ങി വെച്ച പാത്രങ്ങളും കാര്യങ്ങളും ഇവിടെ തന്നെ വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വഴി നോക്കണം ഇൻഷാ അല്ലാ. കുറേ ആൾക്കാർ റിക്വസ്റ്റ് എല്ലാം ചെയ്തിട്ടുണ്ട് അതിന് എന്തായാലും വേണം, നമ്മളെപ്പോഴും കമൻറ്റ് ചെയ്യുന്നതാണെന്നെല്ലാം പറഞ്ഞിട്ട്. ഇൻഷാ അല്ലാ അതെന്തായാലും ഞാൻ വാങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഷൂസിൻ്റെ എല്ലാം. അപ്പം അങ്ങനെ ഒരു ബ്ലാക്ക് ഷൂസ് അങ്ങനെ ഞാൻ നോക്കിയെടുക്കുന്നുണ്ട്. ഡ്രസ്സ് ബ്ലാക്കാണ്, അപ്പം ബ്ലാക്ക് ഷൂസ് തന്നെ നോക്കിയിട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഷൂസും കൂടി നോക്കിയെടുക്കുന്നുണ്ട്. പിന്നെ മൈസൻ്റെയും മെൻഹാൻ്റെതെല്ലാം ഉപ്പിയുമ്മയും അങ്ങനെ നോക്കുന്നുണ്ട്. അധികം ഉപ്പിയുമ്മയും എല്ലാം തന്നെയാണ് കേട്ടോ സെലക്ട് ആക്കി എടുത്തെടുത്ത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ കുട്ടികളെ കളക്ഷൻ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ എല്ലാം ടൈം ഇടാൻ പറ്റുന്നത് കണ്ടു കഴിഞ്ഞാൽ വാങ്ങാൻ തോന്നും. പക്ഷേ ഇല്ലേ വാങ്ങിയിട്ട് വെറുതെ വെക്കണ്ട. എൻ്റെ കുട്ടികൾ വലുതായില്ലേ, ചെറിയ കുട്ടികളാണെങ്കിൽ എന്തായാലും ഞാൻ വാങ്ങും, അത്രയും ഭംഗിയുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് ഞാൻ ഫുള്ളായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഇങ്ങനത്തെ കുട്ടികളെ ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിലും ഇപ്പം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതിനെ പറ്റി ഇതിനെ പറ്റി അടിപൊളി കളക്ഷൻസ് ഉണ്ട്, കല്യാണത്തിന് ഇടാൻ പറ്റിയതും എല്ലാം. പിന്നെ ഞാനത് എടുത്തിട്ടില്ല. എടുക്കുകയാണെങ്കിലേ ഒരു ബോക്സ് മൊത്തത്തിൽ നമ്മൾ എടുക്കണം, പല സൈസിലും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ നോക്കിയിട്ട് എടുത്തിട്ടുണ്ടായിട്ടില്ല. ഇതാണ്ടിൽ ഈ ബ്ലാക്കിലും വൈറ്റിലെല്ലാം വരുന്നത് അടിപൊളി. ഈ വീഡിയോയിൽ കാണുന്നതിലും ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിക്ക്. ചെറിയ കുട്ടികളെല്ലാം ഉള്ളവരാണെങ്കിലും ഇങ്ങനത്തെ ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ മെസ്സേജ് ആക്കി, ഈ വീഡിയോൻ്റെ അടിയിൽ മെസ്സേജ് ആക്കി എടുത്തു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ആക്കാം. പിന്നെ കെറ്റിലും കാര്യങ്ങളെല്ലാം വേണമെന്ന് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതിന് നോക്കിയിട്ട് ഞാൻ വാങ്ങാം കേട്ടോ. നോക്കിയിട്ട് പറ്റുവാണെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ വാങ്ങാം. ഇനിയിപ്പോൾ ഇതാ മോൻ്റെ ഡ്രസ്സ് അങ്ങനെ നോക്കിയെടുക്കലാണ്. മോനിക്ക് കുറച്ച് ഡ്രസ്സ് ഇവിടെ ഉണ്ട്, എന്നാലും എനിക്ക് 2-3 വേണം നാട്ടിലേക്ക് പോകുമ്പോഴാനും. പിന്നെ എന്താ പറയുക, ഞാൻ പറഞ്ഞിട്ടില്ലേ പെരുന്നാൾക്ക് ഇടാൻ വേണ്ടിക്ക് ഇവിടുന്ന് തന്നെ അങ്ങനെ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ അതും കൂടി നോക്കിയെടുക്കലാണ്. പിന്നില്ലേ മോനിലെ ആദ്യമെല്ലാം ടോയ്സിനെല്ലാം ഭയങ്കര കരച്ചിലുണ്ടാകലുണ്ട്. ഇപ്പം കുറേ കുറവാണ് കേട്ടോ. ഓനിക്ക് തന്നെ മനസ്സിലായി അതൊന്നും വെറുതെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് ഓനങ്ങനെ കരയലൊന്നുമില്ല ഇപ്പം. ഇനിയിപ്പം കുട്ടികളുടെ കുറച്ച് കാര്യങ്ങളും കൂടി വാങ്ങണം. പിന്നെന്താ, കഴിഞ്ഞ വീഡിയോസിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല നല്ല കമൻറ്റ് കണ്ടിട്ടുണ്ടായിനി. എന്താ പറയുക, ഫനൻ്റെ ഫുഡ് കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞവരും അങ്ങനെ കുറേ കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിനി. അതിനും ഞാൻ റീപ്ലൈ കൊടുത്തിട്ടില്ല. ഞാനിപ്പം നാട്ടിൽ പോകുന്ന തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ അങ്ങനെ പുറത്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെ റൂമിലുണ്ടാവുന്നില്ല, മൊബൈലിൽ നോക്കാൻ അങ്ങനെ ടൈം കിട്ടലില്ല. അതുകൊണ്ടാണ് കേട്ടോ. സോറി. ഇൻഷാ അല്ലാ ഞാൻ എല്ലാ കമൻസിനും റീപ്ലൈ തരുന്നതാണ്. എന്താ പറയുക, പെട്ടി പാക്കിങ്ങും കാര്യങ്ങളെല്ലാം ഇൻഷാ അല്ലാ ഞാൻ വീഡിയോ ചെയ്യുക. നാട്ടിലേക്ക് പോകുന്നതും കാര്യങ്ങളും എല്ലാം വീഡിയോ ചെയ്യുക. പിന്നെ കുട്ടികളുടെ സ്കൂളിലേക്കുള്ള ടിഫിൻ ബോക്സും ബുക്സും എന്താ പറയുക വാട്ടർ ബോട്ടിലും കാര്യങ്ങളും എല്ലാം അതും ഞാൻ എല്ലാം വാങ്ങിയിട്ടുണ്ടായിനി. അതിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിനി. പിന്നെ അടിപൊളി ടിഫിൻ ബോക്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. കണ്ടതിനാൽ വാങ്ങാൻ തോന്നും. നല്ല നോർമൽ റേറ്റും കാര്യങ്ങളെല്ലാം തന്നെയാണ്. ഇൻഷാ അല്ലാ അതും പറ്റുവാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ. പിന്നെ ഇതാ ഇവർക്ക് ഇങ്ങനത്തെ കുഞ്ഞു ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് അങ്ങനെ നോക്കിയെടുക്കലാണ്. രണ്ടാൾക്കും ഇവിടെ വരാൻ ഭയങ്കര താല്പര്യമാണ്. അപ്പം ഞാനങ്ങനെ വേണ്ടാന്ന് പറയലുമില്ല. എപ്പോഴെങ്കിലും ഒരിക്കൽ നമ്മളിങ്ങനെ എപ്പോഴും ഷോപ്പിംഗ് ചെയ്യലില്ല. നാട്ടിലാവുമ്പം വീട്ടിൽ തന്നെ ഇരിക്കും അധികം. ഇങ്ങനെ ഗൾഫിൽ വന്നാലാണ് കൂടുതൽ ഷോപ്പ് ചെയ്യുക. അപ്പം പിന്നെ കുട്ടികളെ ഞാൻ എതിർക്കലൊന്നുമില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടത് ഓരെടുത്തോട്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കലാണ്. പിന്നെ പെൻസിലും പെന്നും കാര്യങ്ങളും സ്കൂളിലേക്കുള്ള കാര്യങ്ങളെല്ലാം ഓരങ്ങനെ നോക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇവിടെ നല്ല നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടാവും. ബാഗിൻ്റെ പിന്നെന്താ വാട്ടർ ബോട്ടിൽ, ടിഫിൻ ബോക്സ്, അങ്ങനെ എല്ലാം ജസ്റ്റ് ഞാനൊന്ന് വീഡിയോ എടുത്തതാണ്. അവരെല്ലാം അങ്ങനെ നോക്കിയെടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ എന്തെല്ലാനാന്ന് വാങ്ങിയെന്നുള്ളത് അടുത്ത വീഡിയോയിലോ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടി വിളിക്കുന്നതോ പെട്ടി പാക്കിംഗ് വീഡിയോ എല്ലാം ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. സത്യം പറഞ്ഞാലേ ഈ ഒരു ഷോപ്പിംഗ് വീഡിയോയും കാര്യങ്ങളെല്ലാം എങ്ങനെ ചെയ്യണമെന്നൊന്നും ഒരു ഐഡിയ ഒന്നുമില്ല. എന്നാലും ഞാൻ എൻ്റെതായ രീതിയിൽ അങ്ങനെ വീഡിയോസ് എടുത്തിട്ട് അങ്ങനെ പോകുന്നതാണ് കേട്ടോ. നമ്മളിങ്ങനെ ഷോപ്പ് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കലെല്ലാം
സത്യം പറഞ്ഞാൽ നടക്കില്ല, ഓരോരാളെ ഒഴിവാക്കിയിട്ട് അങ്ങനെ എടുക്കണം. പിന്നില്ലേ ഈ ഒരു ഓയിൽ ഒഴിക്കുന്ന ഈ ഒരു ജാറില്ലേ, ഇത് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യട്ടാ. ഇത് നമ്മൾ കുറേ ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടും. ഒരു ബോക്സിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ആ ഒരു 2 പാത്രങ്ങളും പിന്നെ ഞാൻ ചായ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ലേ, അതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതാ കുട്ടികളുടെ എന്താ പറയുക വാട്ടർ ബോട്ടിലും ടിഫിൻ ബോക്സും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. അടിപൊളി എന്താ പറയുക, കാണുമ്പം വാങ്ങാൻ തോന്നും, അത്രയും അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഇവിടെ തന്നെയാണ് മൈസാക്കും മൻഹാക്കും ഞാൻ വാങ്ങിയിട്ടുണ്ടായിന്. വാങ്ങിയത് ഏതെല്ലാമാണെന്ന് ഇൻഷാല്ലാ അടുത്ത വീഡിയോയിലെല്ലാം ഞാൻ കാണിക്കാം. അപ്പോൾ ഇങ്ങനത്തെ വാട്ടർ ബോട്ടിലും ടിഫിൻ ബോക്സെല്ലാം വേണമെന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് പോകുമ്പം തന്നെ അതെല്ലാം എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ ഇതാ ചെരുപ്പും കാര്യങ്ങളും എല്ലാം നോക്കിയെടുക്കണം. സ്കൂളിലേക്കുള്ള ചെരുപ്പും, ഇനിയിപ്പം മഴയല്ലേ അപ്പം കുട്ടികൾക്ക് അങ്ങനെ ചെരുപ്പും വേണം, പിന്നെ മഴയെല്ലാം കഴിഞ്ഞാലിടുന്ന ഷൂസ് വേണം, അങ്ങനെ കുറച്ച് ഐറ്റംസ് വേണം. അതും ഇവിടെ നിന്ന് തന്നെ അങ്ങനെ നോക്കിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ബാഗ് കാര്യങ്ങളും എല്ലാം അതെല്ലാം ഏതാ വാങ്ങിയെന്ന് ഇൻഷാല്ലാ ഞാൻ കാണിക്കട്ടോ. പിന്നെന്താ, ഇവിടെ കുട്ടികളുടെ മുടുക്കത്തെയും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ, അതെല്ലാം ഒരുപാട് ഐറ്റംസ് ഉണ്ട്, നല്ല നല്ല ഭംഗിയുള്ളതുണ്ട്. പിന്നെ എനിക്ക് കുഞ്ഞു കുട്ടികളൊന്നുമല്ലല്ലോ, അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും എടുക്കലില്ല. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കി നിൽക്കും, നല്ല രസമല്ലേ കാണാൻ വേണ്ടിക്ക്. മൈസാക്കും മൻഹാക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പെൺകുട്ടികളെ, ചെറിയ കുട്ടികളെ കാണാൻ വേണ്ടിക്ക്. മുഹമ്മദ് ആണായതുകൊണ്ട് പിന്നെ ഓനക്ക് പ്രത്യേകിച്ച് ഐറ്റംസ് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഇങ്ങനത്തെ എല്ലാ ഐറ്റംസ് കാണുമ്പം ഭയങ്കര കൊതിയാണ്. എന്താ പറയുക, പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിക്കും. ഇനിയിപ്പോൾ ഇതാ വാച്ച് നോക്കാൻ പോക്കാണ്. എന്താ പറയുക, എനിക്കും ഇക്കാക്കും ബ്രദറിനെല്ലാം അങ്ങനെ വാച്ച് വേണം. അപ്പം അങ്ങനെ വാച്ച് അങ്ങനെ നോക്കിയെടുക്കലാണ്. ഇവിടെ നല്ല നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് വാച്ചിൻ്റെ. എനിക്കൊരു ബ്ലാക്ക് വാച്ച് വേണമെന്നാണുള്ളത്. അങ്ങനെ ബ്ലാക്ക് വാച്ച് അങ്ങനെ നോക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ഇക്കാക്കുള്ള വാച്ചും എല്ലാം നോക്കിയിട്ട് അങ്ങനെ എടുക്കലാണ് കേട്ടോ. മെയിനായിട്ട് ഇന്ന് വന്നത് ഡ്രസ്സും വാച്ചും ബാഗും അങ്ങനത്തെ ഐറ്റംസ് എല്ലാം. പാത്രങ്ങൾ ഇൻഷാല്ലാ പാത്രങ്ങൾ എടുക്കുന്നതും ചോക്ലേറ്റും കാര്യങ്ങളും എല്ലാം എടുക്കാനുണ്ട്. അതെല്ലാം വീഡിയോ ചെയ്യാം കേട്ടോ. അതെല്ലാം ഞാൻ ഓൾറെഡി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് പെട്ടി കെട്ടി. പക്ഷെ നാട്ടിലേക്ക് പോകാൻ വിചാരിച്ചിട്ട് പറ്റിയിട്ടില്ല. ഇൻഷാല്ലാ മാറ്റിയിട്ടുണ്ട്, നമ്മൾ ഡേറ്റ് എല്ലാം മാറ്റിയിട്ടുണ്ട്. അതെന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയാം. പിന്നെ മൈസാക്ക് ക്ലാസ്സെല്ലാം തുടങ്ങിയിട്ടുണ്ട്, 10ാം ക്ലാസ്സിലേക്കല്ല ഇപ്രാവശ്യം. അപ്പോൾ അതിൻ്റെ കുറച്ച് ടെൻഷനും കാര്യങ്ങളും ഉണ്ട്. ക്ലാസ്സിൽ കുട്ടികളെല്ലാം പോകാൻ തുടങ്ങി, അങ്ങനത്തെ കുറച്ച് ടെൻഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ വാച്ചെല്ലാം വാങ്ങി. ഇനിയിപ്പം നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണം. പിന്നെ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ മാത്രം കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ എല്ലാം കൂടി ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താണ്ടാന്ന് വിചാരിച്ചിട്ടാണ് എന്താ പറയുക വീഡിയോ ചെയ്യാണ്ടെന്ന്. പിന്നെന്താ, ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഫുഡ് കഴിക്കാൻ പോലാണ്. എല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഒരുമിച്ചിട്ട് ഫുഡെല്ലാം കഴിക്കാൻ എന്താ പറയുക പോലാണ്. പിന്നെ ഈ ഒരു ഷോപ്പിംഗ് വ്ളോഗെല്ലാം ചെയ്യുമ്പോഴേ ഒന്നാമത് ഞാൻ മ്യൂസിക് ഇടാത്തതുകൊണ്ടില്ലേ കുറേ സംസാരിക്കേണ്ടി വരും. അതാണ് എനിക്ക് ഭയങ്കര മടി ഷോപ്പിംഗ് വീഡിയോ ചെയ്യാൻ വേണ്ടിക്ക്. കാര്യം ഞാൻ ആദ്യം ഇവിടെ വന്നേരില്ലേ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിന് കുക്കിങ് മാത്രമല്ല ഷോപ്പിങ്ങും കൂടി ഉൾപ്പെടുത്തി ഇർഫാനാണ്. ഷോപ്പിങ്ങും കൂടി ഉൾപ്പെടുത്തുമ്പം കുറേ സമയം സംസാരിക്കേണ്ടി വരും, കുറേ കാര്യങ്ങൾ ഈ വീഡിയോ കഴിയുന്നവരെ സംസാരിക്കേണ്ടി വരും. സംസാരിച്ചിട്ടില്ലെങ്കിൽ പറയും ബോറടിക്കുന്ന വീഡിയോ ബോറായിട്ട് തോന്നുന്നറിയും. അപ്പം മ്യൂസിക്കൊന്നും വെക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് കുറേ സമയം എന്താ പറയുക സംസാരിക്കേണ്ടതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഷോപ്പിംഗ് വീഡിയോ ഉൾപ്പെടുത്താത്ത. ഇനിയിപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് പോലാന്ന്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും ചെയ്യുക, ഒരു സ്മൈലെങ്കിലും കമൻറ്റായിട്ട് ഇടുക. പിന്നെ നാട്ടിൽ പോകുന്ന ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും പാത്രങ്ങൾ വാങ്ങിയതും എന്തെല്ലാം ആ വാങ്ങിയ കാര്യങ്ങൾ പെട്ടി പാക്കിങ് കാര്യങ്ങളെല്ലാം ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാ അസ്സലാമു അലൈക്കും, ബൈ.